രജിത് ജി നമസ്തേ. നമസ്കാരം. ABC-യുടെ ഫ്ലോറിലേക്ക് വീണ്ടും സ്വാഗതം. ഏതായാലും നമ്മൾ ഒരു 1.5 മാസത്തെ ഗ്യാപ്പിന് ശേഷം കാണുന്നത് പഴനിയിൽ നമ്മുടെ ചരിത്ര പ്രസിദ്ധമായ, അങ്ങനെ പറയണം, അഗ്നിയാഗത്തിനും നമ്മുടെ ഒത്തുചേരലിനും ശേഷം നമ്മൾ 1-2 തവണ നിരിക്കാൻ ആലോചിച്ചു. പക്ഷേ ഇന്നാണ് ഭഗവാൻ തീരുമാനിച്ചത് ഇന്ന് കണ്ടാൽ മതിയെന്ന്. ഏതായാലും എനിക്ക് വലിയ സന്തോഷമായി. കാരണം ഞാൻ അവിടെ വരുമ്പോൾ കണ്ടതിനും വിചാരിച്ചതിനും അപ്പുറത്താണ് അനുഭവിക്കാൻ കഴിഞ്ഞത്. വലിയ ഭഗവാന്റെ അനുഗ്രഹമാണ്. കാരണം നമ്മൾ കാണുന്ന ഒരു ജനസഞ്ചയമുണ്ട്, പക്ഷേ അവരുടെ ഒരു ആത്മീയ ശക്തി ഉണ്ടല്ലോ, അവരുടെ മനോഭാവം, ആറ്റിറ്റ്യൂഡ് വന്ന ആളുകളെക്കാളും എത്രയോ വലുതായിരുന്നു. ഓരോരുത്തരും പൂർണ്ണ അർപ്പണത്തോടെ ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ LN-മാർക്കയുടെ ഭാഗമാകുന്നത് കണ്ടപ്പോൾ അന്ന് നമ്മൾ കൊടി ഉയർത്തുമ്പോൾ മഴ പെയ്തു. ഭഗവാന്റെ അനുഗ്രഹം പോലെ അല്ലേ, മഴ പെയ്തു. കൊടി ഉയർന്നപ്പോൾ മഴയൊന്ന് ശമിച്ചു, പിന്നെയും മഴ പെയ്തു. ഏതായാലും അങ്ങ് പറഞ്ഞതുപോലെ അവിടെ മുരുകൻ്റെ മലയിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ പതാക പാറി പറക്കുന്നത് കാണാമായിരുന്നു. പിന്നെ അഗ്നിയാഗം, അത് ഒരു വല്ലാത്ത അനുഭവമായിരുന്നു. ഏതായാലും അവാച്യമായ ഒരു അനുഭവമാണ് എനിക്ക് അന്ന് വരാൻ കഴിഞ്ഞതിലൂടെ എനിക്ക് കിട്ടിയത്. പിന്നെ അതിനു മുമ്പ് നമ്മൾ നടത്തിയ മയൂരം പരിപാടിക്ക് ഗുരുവായൂർ വരാൻ പറഞ്ഞു, പറ്റിയില്ല എനിക്ക്. ഭഗവാൻ പറഞ്ഞു, നീ അവിടെ പോകണ്ട, നീ പഴനിയിലാണ് പോകേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കാം അങ്ങനെ അവിടെ വന്നത്. ഏതായാലും വലിയ സന്തോഷം. ഒരുപാട് ആളുകളെ നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെട്ട ഒരുപാട് ആളുകളെ നേരിട്ട് കാണാൻ കഴിഞ്ഞു. ഒരുപാട് നല്ല സൗഹൃദങ്ങൾ എനിക്കും കിട്ടി. നമ്മുടെ ബാംഗ്ലൂരിലെ ദിവ്യയെ പോലെയുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇതിൻ്റെ കൂടെ നിൽക്കുന്ന 100 കണക്കിന് ചെറുപ്പക്കാർ. ഞാൻ അന്ന് തിരിച്ചു വന്നിട്ട് എൻ്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു, എനിക്ക് ഭയങ്കര സന്തോഷമായി ഈ പരിപാടിക്ക്. കാരണം ഇപ്പോൾ തമിഴ്നാട്ടിലാണ് നടക്കുന്നത്. തമിഴ്നാട്ടിൽ പറയുന്നു, തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി പറഞ്ഞു, സനാതന ധർമ്മം നശിപ്പിക്കേണ്ടതാണ്, മലേറിയ പോലെ ഡെങ്കു പോലെ എറാഡിക്കേറ്റ് ചെയ്യേണ്ട ഒന്നാണ് സനാതനധർമ്മം എന്ന് പറഞ്ഞെടുത്ത് വലിയ ജനക്കൂട്ടം വരുന്നു. അതിൽ നല്ല ശതമാനം സ്ത്രീകളാണ്, അതിലേറെ നല്ല ശതമാനം ചെറുപ്പക്കാരാണ്. അപ്പോൾ ഈ സനാതനധർമ്മത്തിൻ്റെ കൊടിക്കൂറ ഉയർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു വലിയ സമൂഹം ബാക്കിയുണ്ട്. ഇത് നശിക്കാനൊന്നും പോണില്ല എനിക്ക് ബോധ്യമായി. ചെറുപ്പക്കാർ, അതിൽ ഞാൻ അരുണിനെ പരിചയപ്പെട്ടു. ബാംഗ്ലൂരിൽ ക്വാണ്ടം ഫിസിക്സിൽ പഠിക്കുന്ന, റിസർച്ച് ചെയ്ത് ക്വാണ്ടം ഫിസിക്സ് പഠിക്കുന്ന ഒരാൾ മുരുക ഭക്തരായി ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ പ്രണമിച്ചുകൊണ്ട് നമ്മുടെ വേദിയിൽ വന്നിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചില ആളുകളൊക്കെ പറയുന്ന പോലെ ഒരു പണിയില്ലാത്ത ആളുകളൊന്നുമല്ല, വിവരമില്ലാത്ത ആളുകളൊന്നുമല്ല. ഇവിടെ നമ്മളെ വിമർശിക്കുന്ന കുറേ ആളുകളുണ്ട്. ഞാൻ എൻ്റെ കാതിലും വിമർശനമൊക്കെ വന്നിട്ടുണ്ട്. അവരോട് ഞാൻ പറയുന്ന, ക്വാണ്ടം ഫിസിക്സ് പഠിക്കുന്ന അരുണിനെ പോലെയുള്ള ആളുകൾ ഇതിൻ്റെ മൂവ്മെൻ്റെ ഭാഗമായിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നതൊക്കെ തൃണവൽഗണിക്കാനേ പറ്റുള്ളൂ. ഏതായാലും ഒരു വലിയ യാഗത്തിൻ്റെ ഊർജം പകർന്നു കിട്ടിയ അനുഭവത്തോടെയാണ് ഞാനിപ്പോൾ അങ്ങയുടെ മുന്നിൽ ഇരിക്കുന്നത്. അപ്പോൾ അത്തരം ഒരു അനുഭവം ഉണ്ടാക്കി തന്നത് ഭഗവാനാണ്, അതിന് ടൂളായത് അങ്ങാണ്. അതിന് ഞാൻ അങ്ങേക്ക് നമസ്കാരം പറയുന്നു. സന്തോഷം, ഒരുപാട് സന്തോഷം അങ്ങ് വന്നതിൽ. കാരണം മയൂരത്തിൽ അങ്ങ് പറഞ്ഞ പോലെ എത്താൻ പറ്റിയില്ല. പക്ഷെ പഴനിയിൽ എന്ന ഭഗവാന്റെ അടുത്ത് നടത്തിയ അഗ്നിയാഗത്തിന് മുന്നോടിയായ അഗ്നിഹോമം, അതിലേക്ക് അഗ്നിഹോമം, ശരിയാണ്, അഗ്നിയാഗത്തിലേക്കുള്ള ഹോമമാണ്. അതിലേക്ക് എത്താൻ പറ്റിയത് ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ്. പിന്നെ ആ കൊടി നമ്മളൊരു 70 അടി ഉയരത്തിൽ ഉയർത്തി. പിന്നെ ഇപ്പൊ അങ്ങ് പറഞ്ഞ പോലെ പടയാളികൾ, അവിടെയുള്ള ചെറുപ്പക്കാരായ പടയാളികൾ അങ്ങ് കണ്ടിട്ടുണ്ടാവുമല്ലോ, ഗ്രൗണ്ട് ഫോഴ്സ് നമ്മൾ പറയുന്നത്. അവരുടെ ഡെഡിക്കേഷനൊക്കെയാണ്. പെരുമഴയായിരുന്നു, മഴയത്ത് നനഞ്ഞൊലിച്ച് നിന്ന ചെറുപ്പക്കാരല്ലേ. അതെ, അവരുടെ ഒരു ഡെഡിക്കേഷനാണ്. അപ്പൊ പലരും ചോദിക്കാറുണ്ട്, നമ്മുടെ പ്രോഗ്രാമിന് വന്നവരൊക്കെ ചോദിക്കാറുണ്ട്, അത്രയും കറക്റ്റായിട്ട് കൃത്യമായി ഭയങ്കര ഡെഡിക്കേഷനായിട്ട് എല്ലാ പരിപാടികളും LN-മാർക്കറ്റ് നടക്കാറുണ്ട് എന്ന് പറയാറുണ്ട്. അതിലേക്ക് ഉപരി മറ്റൊന്ന്, അവിടെ നമ്മുടെ ഹോമം നടക്കുന്ന സ്ഥലത്തെ ഒരു അച്ചടക്കം. അതെ, അവിടെ എല്ലാവരും വളരെ കൃത്യതയോടെ അവിടെ ഇരുന്ന് അതിൽ പങ്കെടുത്ത് കഴിയും വരെ ഇവിടെ ഇരുന്നു. കുറച്ച് കഴിയുമ്പോൾ ആളുകളൊക്കെ, നമ്മൾ ഒരു ക്ഷേത്രത്തിലാണെങ്കിൽ പോലും കുറച്ച് കഴിയുമ്പോൾ ആളുകൾ ഇങ്ങനെ സ്കാറ്റേർഡായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഉണ്ടായില്ല. വളരെ വെൽ പ്ലാൻഡ് ആയിരുന്നു. അപ്പോൾ LN-മാർക്കയുടെ മുഴുവൻ ഗ്രൗണ്ട് ഫോഴ്സിനെയും പ്രധാനപ്പെട്ട എല്ലാ പ്രവർത്തകരെയും ഞാൻ എൻ്റെ അഭിനന്ദനം കൂടി പറയുകയാണ്. തീർച്ചയായും, താങ്ക് യു. കാരണം നമ്മൾ അങ്ങ് പറഞ്ഞ പോലെ നമ്മുടെ ഈ പ്രോഗ്രാം കഴിഞ്ഞ് 12 മണിയായി നമ്മുടെ ഹോമം കഴിഞ്ഞു. എന്നിട്ട് ഞാൻ അവരോട് ചോദിച്ചു, നമ്മൾ ഗിരിവലം വെക്കാൻ പോകുന്നുണ്ട്, അപ്പോൾ മഴ പെയ്യുന്നുണ്ട്, ഇത്ര നേരം നിങ്ങൾ ഇരുന്നതാണ്, ഗിരിവലം 2 കിലോമീറ്റർ നടക്കണം, താല്പര്യമുള്ളവർ വന്നാൽ മതി. വരണവർ കൈപോക്കാൻ പറഞ്ഞപ്പോൾ അവിടെ ഉള്ളവരൊക്കെ കൈപോക്കി. അപ്പോൾ ആ ഡെഡിക്കേഷൻ, ഭക്തി, ആ സേവന തൽപരത, അതൊക്കെ അതിനൊരു കാരണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ LN-മാർക്ക് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് നടക്കണേന്ന് ഒന്ന് ഭഗവാൻ അനുഗ്രഹം തന്നെ. പിന്നെ ഭഗവാൻ എന്നെ ട്രെയിൻ ചെയ്തത് ആരാ, നിസ്സാര ആളല്ല, പഴനിയാണ്ടവരാണ് ട്രെയിൻ ചെയ്തിട്ട് ഇറക്കിയത്. അപ്പോൾ ആ ഒരു കുറച്ചുകൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ, എന്നിൽ നിന്ന് മറ്റവർക്കും കിട്ടിയിട്ടുണ്ടാവും. കാരണം മുരുകഭവൻ എന്ന് പറയുന്നത് ദളപതിയാണ്, സേനാനായകനാണ്. ഇപ്പോൾ
അങ്ങ് കണ്ടിട്ടുണ്ടാവും. ഇതിന്റെ അനുബന്ധമായിട്ടൊരു കാര്യം കൂടി പറയാം. എനിക്ക് മുമ്പ് അറിയാത്തതും ഇപ്പൊ ഈ അഗ്നിഹോമത്തിന് ശേഷം ഞാൻ കുറച്ച് ദിവസം മെഡിറ്റേഷനിലായിരുന്നു. അപ്പൊ കിട്ടിയ അറിവുകളാണ് ഇന്ന് നമ്മള് പങ്കുവയ്ക്കാൻ പോകുന്നത്. അതിലൊരു അറിവ് ആണ് ഇപ്പൊ അങ്ങ് പറഞ്ഞതിന്റെ കറക്റ്റായിട്ട് കണക്ട് ആവും. അതുകൊണ്ടാണ് അത് പറയണത്. നമ്മള് കണ്ടിട്ടുണ്ടോ മുരുകാന് പ്രാർത്ഥിക്കാൻ വരുന്നവര് ശൂലം കുത്തുക, കവിളില് ശൂലം വെച്ചിരിക്കും, കയ്യില് കുത്തും. ഇപ്പൊ സിംഗപ്പൂർ, മലേഷ്യയൊക്കെ ധാരാളം ഉണ്ട്. ഇവിടെയൊക്കെ അത്ര കാണുന്നുണ്ട്. എന്റെയൊക്കെ നാട്ടിലുണ്ട്. അപ്പോ അത് ഭയങ്കരമായിട്ട് ചെയ്യും. തീവ്രമായിട്ട് കുത്തും, നാവില് കുത്തും. പിന്നെ നമ്മുടെ ഒരു പദയാത്രയായിട്ട് വരും. ഇപ്പൊ നമ്മള് കതിർഗാമ എന്ന് പറഞ്ഞ സ്ഥലം ശ്രീലങ്കയിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥലമാണ്. അവിടുന്ന് ജാഫ്നയിൽ പദയാത്രയായിട്ട് വരും. നമ്മുടെ പഴനിയിലേക്ക് പദയാത്രയായിട്ട് വരും. തിരുച്ചെന്തൂർക്ക് പദയാത്രയായിട്ട് വരും. ഇതിനൊക്കെ ഒരു കാരണമുണ്ട്. ആ കാരണമാണ് എന്താന്ന് വെച്ചാൽ ഇതെല്ലാം വരുന്നത് നമ്മുടെ സേനാനായകനെ ദളപതിയെ കാണാൻ വരുന്ന സോൾജിയേഴ്സ് ആണ്. ആ കാലത്ത് മുരുകഭവാന്റെ കാണാൻ അവരുടെ ദളപതിനെ കാണാൻ വരുന്ന പട്ടാളക്കാരുടെ മാർച്ചാണ് ശരിക്കും ഈ പദയാത്ര. അപ്പൊ വരുന്ന ആൾക്കാരാരാ? വീരന്മാരാണ്, ധീരന്മാരാണ്. അവര് വല്ല പാട്ടുപാടി വരും, ഡാൻസ് കളിച്ച് വരും. അവരവരുടെ വരിക, അവരുടെ വീരത പ്രകടിപ്പിച്ചിട്ട് അവരുടെ കളികളും അവരുടെ സംസാരവും അവരുടെ പ്രവർത്തികളൊക്കെ ധീരത നിറഞ്ഞതായിരിക്കും. പല ടൈപ്പ് ആൾക്കാരുണ്ട്. നമ്മള് ഇപ്പൊ ലീഡർമാരെ കുറിച്ച് ചില ആൾക്കാർ സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ പോടാ എന്ന് പറഞ്ഞിട്ട് സൈഡിലിരിക്കും, ബാക്കിയുള്ളവർ പറഞ്ഞു. ചില ആൾക്കാർ വാടാ എന്ന് പറഞ്ഞിട്ട് കൂടെ പോകും. മുരുകവൻ അങ്ങനത്തെ ഒരാളാ, മുമ്പിൽ നിന്ന് നയിക്കുന്ന ആളാണ്. അത്ര ആൾക്കാരോട് സോൾജേഴ്സിന്റെ കൂടും. ആളുകളാണ് നമ്മൾ നായകർ എന്ന് പറയുന്നത്. നായകർ പട്ടാളത്തിൽ ശ്രദ്ധിച്ചോ, മുമ്പിൽ നയിക്കുന്ന ക്യാപ്റ്റനോട് നമ്മുടെ ഇപ്പോഴത്തെ പട്ടാളക്കാർക്കും ഭയങ്കര കൂറാണ്. മേജറിനെയോ കമാൻഡിംഗ് ഓഫീസറെ തൊട്ടാലും ഗാൽവനിൽ നമ്മൾ കണ്ടതാണ്. ചൈനീസ് പട്ടാളക്കാർ വന്നിട്ട് നമ്മുടെ അവിടുത്തെ ഇന്ത്യൻ പോസ്റ്റിലെ കമാൻഡറെ ആക്രമിച്ച് താഴെ ഇട്ടപ്പോഴാണ് നമ്മുടെ പട്ടാളക്കാര് കയറി അടിച്ച് അവന്മാരെ നിരപ്പാക്കിയത്. അപ്പൊ ആ കൂടുകയാണ്. മുരുക അങ്ങനത്തെ ഒരാളാണ്, അങ്ങനത്തെ അവരുടെ ദളപതിയാണ്. അപ്പൊ അവരെ കാണാൻ അകലേന്ന് വരുന്ന അവരുടെ പട്ടാളത്തിന്റെ മാർച്ചാണ് നമ്മളിപ്പോ കാണുന്ന പദയാത്ര. അവരുടെ വീരതകളാണ്, ഇന്ന് കാണിച്ച വീരതകളാണ് ഇപ്പൊ നമ്മള് കുത്തിയിട്ട്. അല്ലാണ്ട് അവര് പാട്ട് പാടിയിട്ടൊന്നും വരില്ല, അവരുടെ ധീരത പഠിക്കും. അതിന്റെ തുടർച്ചയാണ് വന്നത്. അത് പോയിട്ടാണ് ഇപ്പൊ. പക്ഷെ പിന്നെ കുട്ടികളെ കൊണ്ട് കുത്തിക്കണം, അതൊക്കെ തെറ്റാണ്. കാരണം കുട്ടികളൊന്നും പട്ടാളക്കാരല്ല. അതിപ്പോ ഒരു ആചാരം, ഒരു സംഭവം നടക്കും നല്ല രീതിയിൽ. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആചാരവും, പിന്നെ അത് അതിൽ കുറെ അനാചാര്യം വരും, പിന്നെ അത് ശാസ്ത്രമാണെന്ന് വ്യാഖ്യാനിക്കും. അങ്ങനെ വരുന്ന ഒരു വിഷയത്തിലാണിത്. ശരിക്കും പറഞ്ഞാൽ അവിടുന്നാണ് ഈ പട്ടാളക്കാരൻ മാർച്ച് തുടങ്ങണമെന്ന്. മുരുകനെ കാണാൻ വരുന്നതാണ് നമ്മളിപ്പോഴത്തെ പട്ടാളക്കാരുടെ മാർച്ചിന്റെ ആരംഭം പോലും. അവരുടെ വീരതയാണ് നമ്മൾ കാണുന്ന ഈ കാര്യങ്ങൾ. കുട്ടികളെ ഒന്നും ചെയ്യാൻ പാടില്ല, അതൊക്കെ തെറ്റായ കാര്യമാണ്. അതിപ്പോ നമ്മളിപ്പോ സദ്യ എങ്ങനെ ഉണ്ടായേ, അതെ, വിദേശികളെ ആക്രമിച്ച് തോറ്റ ആൾക്കാരുടെ പെണ്ണുങ്ങളെ പിടിച്ചുകൊണ്ട് പോകുമ്പോ അതിന് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തത് ആചാരമായിരുന്നില്ല, അല്ലാണ്ട് അവർക്ക് നിവൃത്തിയില്ലേ, അവരുടെ സെക്ഷൽ സ്ലേവ്സ് ആയിട്ട് കഴിയേണ്ടി വരും. അതിന് പകരം അവരിത് ചെയ്തു ആത്മാഹുതി. പക്ഷെ എന്തുണ്ടായ കുറെ കഴിഞ്ഞപ്പോ അതില്ലാത്ത സമയത്ത് പിടിച്ച് പെണ്ണുങ്ങളെ പിടിച്ച് ഇടുക എന്ന് പറഞ്ഞ ക്രൂരമായ അനാചാരമായിട്ട് മാറി, നിർത്തേണ്ടി വരും. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും അങ്ങനെ ഉണ്ടാവണ പോലെ അത് ഈ കുട്ടികളെ കൊണ്ട് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ ഫാക്ട് കിടക്കുന്നത് എവിടെ? ആ വീരന്മാരുടെ ധീരതയുടെ ഒരു പദയാത്രയാണ് അത്. ആ ഒരു അച്ചടക്കം ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളിലും നമ്മുടെ ടീമിനും വരുമല്ലോ. അതുകൊണ്ടാണ് അതൊരു വന്നവരെല്ലാം ഭഗവാന്റെ പടയാളികളാണ്. അതാണ് അതിന്റെ ഒരു ബേസ്. അപ്പൊ ആ വീരത, ആ ഒരു ആത്മാർത്ഥത ഒക്കെ അതിൽ കണ്ടു. ഏതായാലും അതൊരു വലിയ വിജയമായി. നമ്മളൊരിങ്ങനെ ഈ സത്യം പറഞ്ഞാൽ ഇത് ഒരു സംഘടനയൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയ ശ്രമകരമായ ജോലിയാണ്, എനിക്കറിയാതെ. ഇതിങ്ങനെ മുരുകൻ എന്ന് പറഞ്ഞ ഒരു കാന്തിക ബിന്ദുവിലേക്ക് ആകർഷിക്കപ്പെട്ടു വന്ന നാനാ തുറകളിലുള്ള നാനാ പ്രായത്തിലുള്ള ആളുകൾ, അവരുടെ ഒരു കൂട്ടായ്മ ഒരു വലിയ മഹാപ്രസ്ഥാനമായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അഗ്നി ഹോമവും കഴിഞ്ഞു. ഈ ഹോമത്തിലൂടെ നമുക്ക് കിട്ടിയ സന്ദേശം എന്താ? അതിലേക്ക് വരുമ്പോൾ നമ്മളൊരു ചരിത്രത്തിലേക്ക് ഒരു യാത്ര വേണം. ഒരു യാത്ര അതിൽ 3 ഘട്ടം ഉണ്ടാവും. ഒന്ന് കുമാരികാണ്ഡത്തിന്റെ ചരിത്രം, അത് പിന്നെ ഭോഗർസിദ്ധരുടെ കാലത്തെ ചരിത്രം, പിന്നെ ഇപ്പൊ നമ്മളൊക്കെ ജീവിക്കുന്ന ഇപ്പോഴത്തെ പ്രസന്റിലേക്ക് യാത്ര തുടങ്ങാം. അതൊരു രസകരമായിട്ടുള്ള യാത്രയാണ്. അതെങ്ങനെ കിട്ടിയെച്ചാൽ ഞാൻ വീണ്ടും പറഞ്ഞു, ഇപ്പൊ ഈ അഗ്നി ഹോമത്തിന് ശേഷമുള്ള മെഡിറ്റേഷൻ സമയത്ത് ഭഗവാൻ പറഞ്ഞു തന്ന കുറെ കാര്യങ്ങളാണ് പങ്കുവെക്കുന്നത്. അത് കുത്തുകൾ, നമ്മൾ ഡോട്ടുകൾ പൂരിപ്പിക്കുകയാണ് ലൈൻ ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് ഒരു കുമാരികാണ്ഡ സമയം, ഭൂമിയിൽ മനുഷ്യവാസം പറ്റും, അതായത് ജീവികൾക്ക് ജീവിക്കാൻ പറ്റുന്ന അന്തരീക്ഷം ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന ഒരു ടൈം.
വേറെ പ്ലാനറ്റിൽ നിന്ന് അത് സെർച്ച് ചെയ്ത് വരുന്ന ആൾക്കാർ ഇവിടെ താമസിക്കുന്നു. ഇവിടെ വന്ന് ഇവിടെ താമസിക്കുക, അവരാണ് കുമാരികാണ്ഡത്തിലാണ്. അവരുടെ ഏലിയൻസ് ആണ് വേറെ പ്ലാനറ്റിൽ നിന്ന് വരുന്നത്. അപ്പൊ അവര് ഭയങ്കര അഡ്വാൻസ്ഡ് ആൾക്കാരായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് ഇവിടെ വരാൻ പറ്റിയത്. ഇപ്പൊ നമ്മൾ സെർച്ച് ചെയ്യണ പോലെ അവര് സെർച്ച് നമുക്ക് ചന്ദ്രനിൽ വരെ എത്താനേ പറ്റിയിട്ടുള്ളൂ. അപ്പോ നമ്മളിപ്പോഴും സെർച്ച് ചെയ്യുന്നുണ്ട് വേറെ സ്ഥലത്തേക്ക് പോകാൻ പറ്റുമെന്ന്. അല്ല, അങ്ങനെ ഈ വന്യഗ്രഹ ജീവികളുടെ റേഡിയോ ഫ്രീക്വൻസികൾ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല രാജ്യങ്ങളും, ഇന്ത്യ ഉൾപ്പെടെ, പ്രത്യേക റിസീവറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. നമ്മൾ മെസ്സേജുകൾ അയക്കുന്നത്, ഹലോ എന്നുള്ള മെസ്സേജുകൾ നമ്മളിങ്ങനെ സൗരയൂഥത്തിനപ്പുറത്തേക്ക് പ്രപഞ്ചത്തിന്റെ പല ഭാഗത്തേക്കും അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആരെങ്കിലും സ്വീകരിച്ച് മറുപടി അയക്കുമോ എന്നറിയാനായിട്ട്. തീർച്ചയായും. അപ്പോ അങ്ങനെ വന്ന് താമസിച്ച ആൾക്കാർ, അവരുടെ ഇടയിൽ ഉണ്ടായ ഒരു ലീഡർ അതാണ് മുരുകൻ. പിന്നെ അവരുടെ ഗുരുവായി, ദളപതിയായി, രാജാവായി. അദ്ദേഹം അവർക്കൊരു ഭാഷ പറഞ്ഞു കൊടുത്തു, തമിഴ്ന്ന് ഭാഷ, സംസ്കാരം പറഞ്ഞു കൊടുത്തു, തമിഴ് കലാചാരം. അതിനുശേഷം അദ്ദേഹം ഒരു എല്ലാ യുദ്ധങ്ങളും ജയിച്ച് അദ്ദേഹം ഒരു സാമ്രാജ്യം സ്ഥാപിക്കുന്നു. അതിന്റെ ഒരു തലസ്ഥാനമായിട്ട് വയ്യാപുരി എന്ന പേരില് ഒരു സ്ഥലം. വയ്യാപുരി എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ തലസ്ഥാനം എന്നർത്ഥം. അറിവിന്റെ ഇടം എന്നുള്ള ഒരു അർത്ഥം കൂടിയുണ്ട്. അദ്ദേഹം അവിടെ അങ്ങനെ ഒരു സ്ഥലം സ്ഥാപിച്ച് അദ്ദേഹം ഭരിക്കുന്നു. കുറെ കാലത്തിന് ശേഷം, അദ്ദേഹത്തിന്റെ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞ ശേഷം അത് കടലെടുത്ത് പോകണം, നശിക്കണം. നാശം ഉണ്ടാവും, നശിച്ചു പോകണം. കുറെ ഭൂമി കടലിന്റെ അടിയിലേക്ക് പോകും. കുറെ ഭൂമി ഇപ്പോൾ നമ്മുടെ മലേഷ്യ, സിംഗപ്പൂർ, ഇന്ത്യ, ഓസ്ട്രേലിയ എന്നൊക്കെ പറഞ്ഞ പോലെ ഡിവൈഡ് ചെയ്ത് പോകും. നമ്മൾ ഈ ഇന്ത്യ മഹാസമുദ്രത്തിന്റെ അടിയിലൊക്കെ കുമാരികാണ്ഡത്തിന്റെ ഉൾഭാഗമാണ്. അവിടെ ഞാൻ നമ്മുടെ ലാസ്റ്റ് ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ നിന്നൊക്കെ നമുക്ക് ഒരുപാട് നിധികൾ, ട്രഷർ കിട്ടാൻ സാധ്യത. ഇപ്പൊ കോബാൾട്ടിന്റെ ഒക്കെ നിക്ഷേപം അവിടെ നിന്ന് കിട്ടിയെന്നുള്ള അറിവ് ഇനിയും കിട്ടും, ധാരാളം കിട്ടും. അപ്പൊ അങ്ങനെ പിന്നെ അവിടുത്തെ ജനങ്ങളാണെങ്കിലോ കുറെ പേര് വേറെ ഡൈമെൻഷനിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോണു, യാത്ര ചെയ്ത് പോകണം. ഹൈ ഇതുള്ള ആൾക്കാർ കുറെ പേര് വേറെ സ്ഥലങ്ങൾക്ക് മൈഗ്രേറ്റ് ചെയ്തു. ആ മൈഗ്രേറ്റ് ചെയ്ത ആൾക്കാർ, തമിഴ്നാട്ടിലെത്തിയ ആൾക്കാർ, അവരുടെ ഓർമ്മയ്ക്കായിട്ട് മുരുകന്റെ 6 പടവീട്, 6 ആർമി ക്യാമ്പ്, അവരുടെ ദളപതിയുടെ ആർമി ക്യാമ്പ് ഇവിടെ വെക്കണം. തമിഴ്നാട്ടിൽ 6 പടവീട് എന്ന്. അതിൽ പഴനിയിലെത്തിയ ആൾക്കാർ അവര് കുമാരികാണ്ഡത്തിന് കുറെ രഹസ്യങ്ങളും കൂടി കൊണ്ടുവന്ന് പഴനിയിൽ ഒരു സ്ഥലത്ത് വെക്കുന്നു. ആ സ്ഥലത്തിന് വയ്യാപുരി എന്ന് പേരിടുന്നു, അവരുടെ ഓർമ്മയ്ക്കായിട്ട്. ഇപ്പോഴും പഴനി സ്ഥലനാമ ചരിത്രം പരിശോധിച്ചാൽ കാണാം വയ്യാപുരി എന്നൊരു പേര് പഴനിക്കുണ്ട്. ആ പഴനിയുടെ മുമ്പിലുള്ള ഒരു നദി, കുളമുണ്ട്. ആ കുളത്തിന് ഇപ്പോഴും വയ്യാപുരി എന്നാ വിളിക്കുക. നമ്മൾ ഇടുമ്പർ മലയ്ക്ക് മുകളിൽ കയറുമ്പോൾ ഒരു വിഗ്രഹം കാണും, വയ്യാപുരി എന്ന് പറയും. ഒരു പക്ഷെ അന്ന് വന്ന രാജാവിന്റെ ഒരു പ്രതിരൂപമായിരിക്കാം അത്. അപ്പൊ ആ ഓർമ്മകൾ എല്ലാം നശിച്ചു പോയ ഒരു ജനത ഇവിടെ വന്ന് ഈ സ്ഥലം കണ്ടുപിടിച്ച് അതിന് വയ്യാപുരി എന്ന് പേരിട്ട് അവരവരുടെ ചരിത്രം വീണ്ടും മെല്ലെ ആരംഭിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കുറെ കാലം കഴിഞ്ഞിട്ടാണ് ബോഗർ സിദ്ധർ വരുന്നത്. ബോഗർ സിദ്ധർ അദ്ദേഹത്തിന് ഭയങ്കര വലിയൊരു സിദ്ധനാണ്. ആ വലിയൊരു സിദ്ധനായി അദ്ദേഹത്തിന് ജ്ഞാനദൃഷ്ടിയിൽ അദ്ദേഹത്തിന് ഈ കഥകളൊക്കെ മനസ്സിലാവും. ഈ സ്ഥലത്ത് നിന്ന് ഇനി പുതിയൊരു എനർജി പുറപ്പെടാൻ പോകണം, മുരുകന്റെ കാലം ഇനി വരാൻ പോകണം എന്ന് മനസ്സിലാക്കി. ഇത് എവിടെയാണ് ഈ സ്ഥലം എന്ന് അറിയാൻ വേണ്ടി അദ്ദേഹം പല മലകളിലും പോയിട്ട് സെർച്ച് ചെയ്യുന്നു. നമ്മുടെ പഴനിമലയ്ക്ക് ചുറ്റുള്ള സ്ഥലങ്ങളിൽ, കൊടൈക്കനാലിൽ, തമിഴ്നാട് പല മലകളിലും ബോഗർ സിദ്ധർ തപസ് ചെയ്ത കഥകളുണ്ട്. അദ്ദേഹം അവിടെ പോയിട്ട് നവഭാഷണ കൂട്ടി ഉണ്ടാക്കിയ കഥകളുണ്ട്. അത് ഈ സ്ഥലം കണ്ടുപിടിക്കാൻ ശ്രമിക്കായിരുന്നു, ഈ രഹസ്യങ്ങൾ എവിടെയാണ് വെച്ചത്. അവസാനം അത് പഴനിമല എന്ന് മനസ്സിലാക്കുന്നു. അവിടെ ചെന്നിട്ട് അവിടെ ഒരു ഐതിഹ്യമുണ്ട്. ഒരു ശരിക്കുള്ള അദ്ദേഹത്തിന് ബോഗർ 7000 എന്ന് പറയുന്ന പുസ്തകത്തിൽ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം അന്നത്തെ കാലത്ത് ഒരു സിദ്ധന്മാരുടെ കോൺഫറൻസ് വിളിച്ചു വിട്ട, കലിയുഗത്തില് ഭഗവാൻ അനുഗ്രഹം കിട്ടാൻ വേണ്ടി, മുരുകന്റെ അനുഗ്രഹം കിട്ടാൻ എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പൊ അന്ന് സിദ്ധന്മാരുടെ കാര്യത്തിൽ 2 ടൈപ്പ് സിദ്ധന്മാരുണ്ട്. ഒന്ന്, അറിവുകൾ വേറെ ആൾക്കാർക്ക് കൊടുക്കരുത്, രഹസ്യമായി വെക്കണം. കാരണം തെറ്റായ കൈകളിൽ എത്തിച്ചേരാതിരിക്കാനാണ് അവരത് പറയാം. ബോഗർ സിദ്ധർ നേരെ ഓപ്പോസിറ്റാ, എല്ലാ അറിവുകളും എല്ലാവർക്കും കൊടുക്കണം എന്നുള്ള വാദിക്കണ ആളാണ്. ഒരു തർക്കം ആ സമയത്തിട്ടുണ്ട്. അതിൽ 2ലും ശരിയുണ്ട്, തെറ്റുമുണ്ട്. അറിവുകൾ കൊടുത്താലേ വളരുള്ളൂ. അതാണ് ബോഗർ സിദ്ധറുടെ. പക്ഷെ അത് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മറ്റതിനാണെങ്കിൽ ഗൂഢമായി വെച്ച് കഴിഞ്ഞാൽ അതോടുകൂടി നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. നമ്മുടെ എത്ര നാട്ടറിവുകൾ, നമ്മുടെ പാരമ്പര്യ വൈദ്യം നശിച്ചുപോയി. എന്താ പറയാ, അത് കൊടുക്കാത്തകാരനാണ് നശിച്ചു പോയത്. ഇംഗ്ലീഷ് ഇത് എല്ലാവർക്കും കൊടുത്തകാരൻ വളർന്നു. പക്ഷെ ഈ പറഞ്ഞ തെറ്റായ കൈകളിൽ ഇഷ്ടംപോലെ ആൾക്കാരുടെ കയ്യിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. രണ്ടും നടക്കുന്നത്. പക്ഷെ ബോഗർ സിദ്ധർ എല്ലാവർക്കും കൊടുക്കണം എന്ന് പറയും. അദ്ദേഹം ആ ഒരു മീറ്റിംഗ് വെച്ച് തീരുമാനം എടുക്കണം, നവപാഷാണത്തിന്റെ ഒരു വിഗ്രഹം പഴനിമലയിൽ വെക്കുക. രണ്ടാമത് പുതിയ യുഗം വരുമ്പോൾ ഡാർക്ക് മാറ്ററിൽ ഒരു വിഗ്രഹം വെക്കും, മലയുടെ താഴത്ത്. മുകളിൽ ഇത് പ്രതിഷ്ഠിക്കണം, താഴത്ത് രണ്ടാമത്തെ വിഗ്രഹം പ്രതിഷ്ഠിച്ച് പുലിപ്പാണി സിദ്ധർക്ക്
ആ രഹസ്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അദ്ദേഹം ജീവസമാധിയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം മുരുകന്റെ വിഗ്രഹം വെച്ചത് കേരളം നോക്കിയിട്ടാ, പടിഞ്ഞാറ് നോക്കിയിട്ടാ. വെറുതെ ആവില്ലല്ലോ. അദ്ദേഹത്തിന് ഒരു ലക്ഷ്യം ഉണ്ടാവും. അത് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി, പിന്നെ അതിലേക്ക് വരാം. അപ്പൊ അദ്ദേഹം അത് ചെയ്തിട്ട് പോണു. പുലിപ്പാണി സിദ്ധരാണെങ്കിൽ ഈ രഹസ്യങ്ങൾ പല സ്ഥലത്തേക്ക് മാറ്റി അദ്ദേഹം അതിന്റെ അധിപനായി നിന്ന് മുരുകനെ പൂജിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ശബരിമല കാടുകളായിട്ട് ബന്ധമുണ്ട്. എനിക്ക് അതിന്റെ കൂടുതൽ രഹസ്യങ്ങൾ അറിയില്ല, കാരണം എനിക്ക് അതിലേക്ക് എൻട്രി കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ്. പക്ഷെ അറിയാൻ പറ്റിയായിരിക്കും. പക്ഷെ ആരെന്നോട് പറഞ്ഞു, ശബരിമലയിൽ മുമ്പുണ്ടായിരുന്ന വിഗ്രഹം നവപാഷാണത്തിന്റെ വിഗ്രഹമായിരുന്നു, അത് മാറ്റിയിട്ട് പഞ്ചലോകം പിന്നെ വെച്ചതാണ്. ശരിയാണെന്ന് എനിക്ക് അറിയില്ല, കൂടുതൽ എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. പക്ഷെ ആ ശബരിമല കാടുകളായിട്ട് പുലിപ്പാണി സിദ്ധർക്ക് കണക്ഷൻ ഉണ്ടെന്ന് മാത്രമല്ല. ഇപ്പോൾ ഇരിക്കുന്ന വിഗ്രഹം ശബരിമല പുതിയ വിഗ്രഹമാണ്. ശബരിമല തീവെപ്പിന് ശേഷം അവിടുത്തെ വിഗ്രഹത്തിന്റെ കൈ തല്ലി ഒടിച്ചിരുന്നു. ആ വിഗ്രഹം മാറ്റിയിട്ട് പുതിയ വിഗ്രഹമാണ്. ആ വിഗ്രഹം പക്ഷേ നവപാഷാണാണോ എന്ന് എനിക്കും അറിയില്ല. ഒന്ന് രണ്ട് പറഞ്ഞ അറിവ് മാത്രമേ അത് നമുക്ക് പരിശോധിക്കാം. നമ്മൾ അടുത്ത തവണ ഇരിക്കുമ്പോൾ ഞാനത് വിവരങ്ങൾ തേടി വരാം. പക്ഷെ എനിക്ക് അതിലേക്ക് എൻട്രി കിട്ടാത്ത കാരണം എനിക്ക് അതിനെ കുറിച്ച് പറയാറില്ല. അദ്ദേഹം അത് പരിപാലിച്ചു. കാലഘട്ടം കഴിയണോ, മുരുകയുഗത്തിന് വേണ്ടി ഭോഗചിത്രം എല്ലാം റെഡിയാക്കി വെക്കുന്നു. അദ്ദേഹം ജീവസമാധിയാവും, നമ്മുടെ കാലഘട്ടത്തിലേക്ക് എത്തുന്നു. ഇവിടെയാണ് കുറച്ച് കൂടുതലായിട്ട് പറയാനുള്ളത്. ഒന്ന്, 2013 2004 ഭഗവാൻ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ച് നടന്ന് എന്നെ പിടിച്ചിട്ടൊരു ദൗത്യം ഏൽപ്പിക്കണം. ആ ദൗത്യത്തിൽ തയ്യാറാക്കണം. 12 കൊല്ലം തയ്യാറാക്കിയിട്ടാണ് ഒരു 5 കൊല്ലം എന്നല്ല, 12 വർഷത്തെ ഒരു വ്യാഴവട്ടക്കാലത്തെ ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് വരുന്നത്. അവിടെ പറഞ്ഞു തരുന്ന ഒരു കാര്യം, 2013 മുതൽ ആസ്ട്രൽ എർത്തിൽ മുരുകയുഗം ആരംഭിക്കുന്നു. 2013 2020 ഫിസിക്കൽ എർത്തിൽ ആരംഭിക്കും. ഈ 2013 എന്നുള്ള വാക്കൊന്ന് ശ്രദ്ധിക്കണം. ആ ഇയർ അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി എന്ന് പറയാം. 2014 ഇന്ത്യയിൽ ഒരു വിഷയം നടക്കുന്നു. ഇന്ത്യൻ പൊളിറ്റിക്സിൽ മാറ്റം ഉണ്ടാവും. നരേന്ദ്രമോദിയുടെ സർക്കാർ വരുന്നു. നമ്മളത് വിശദമായിട്ട് സംസാരിച്ച അവിടുന്ന് കഴിഞ്ഞു. അത് രണ്ടും മനസ്സിൽ വിചാരിക്കുക. 2017 എന്റെ 12 കൊല്ലത്തെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് LMRK എന്നുള്ള പ്രസ്ഥാനം ആരംഭിക്കണം. അതിന്റെ ആദ്യത്തെ ഡ്യൂട്ടി 2018 മയൂര സിംഹാസനം പ്രതിഷ്ഠിക്കുകയാണ്. അതിന് കാരണം 0 ടൈം സോൺ ഗ്രീനിച്ചിലായിരുന്നു. യൂറോപ്പിൽ ഒരു ശക്തിയാണ് വേൾഡ് നിയന്ത്രിക്കുന്നത്. അതിനെ തകർത്താൽ മാത്രമേ പുതിയ യുഗത്തിന് വരാൻ പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഇത് പ്രതിഷ്ഠിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാൻ അനുഗ്രഹത്തിൽ പ്രതിഷ്ഠിക്കുന്നത്. അന്ന് ഞാൻ അത് പറയുമ്പോൾ എത്ര ആൾക്കാർ വിശ്വസിക്കും? ഇന്ന് ബ്രിട്ടന്റെ അവസ്ഥ എന്താ, യൂറോപ്പിന്റെ അവസ്ഥ എന്താ? പൊളിഞ്ഞ് പാളീസായെന്ന് മാത്രമല്ല, ഇപ്പൊ അവിടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുടെ കസേര ഉലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 2.5 ലക്ഷം പെൺകുട്ടികൾ, ചെറിയ കുട്ടികൾ, 10 വയസ്സിനും 13 വയസ്സിനും ഇടയ്ക്കുള്ള 2.5 ലക്ഷം പെൺകുട്ടികളെ അവിടെ റേപ്പ് ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകൾ പാർലമെൻറ്റിൽ വന്നു. ഓരോ വർഷവും 25,000 വീതം. അത് ചെയ്തിരിക്കുന്നത് പാകിസ്ഥാനിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാർ. അത് നമ്മൾ ഈ മാർത്താണ്ഡവർമ്മയുടെ കഥ പറയുമ്പോൾ അറിയാമല്ലോ അങ്ങേക്ക്, ഈ 8 വീട്ടിൽ പിള്ളമാരുടെ സ്ത്രീകളെ പിടിച്ച് അരയന്മാർക്ക് കൊടുത്തു, തുറ കയറ്റി എന്നാണ് പറയുന്നത്. തിരുവിതാംകൂറുകാർക്കറിയാം. കാരണം ആ വംശം ഇല്ലാണ്ടാവണം എന്ന് പറയുന്ന പോലെ ബ്രിട്ടനിലെ തദ്ദേശവാസികളായ ആളുകളുടെ വംശം ഇല്ലാതാക്കാൻ വേണ്ടി കൂട്ടത്തോടെ ഓർഗനൈസ് ഗ്രൂമിംഗ് എന്നാണ് പറഞ്ഞത്. ഗ്രൂം ചെയ്യുക, ഇങ്ങനെ ദുരുപയോഗം ചെയ്ത് നശിപ്പിച്ച് അത് വലിയ വിവാദം ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇലോൺ മസ്ക്, അമേരിക്കൻ പ്രസിഡന്റിൻ്റെ നിഴലാണല്ലോ ഇലോൺ മസ്ക്. മസ്ക് ഇതിനെക്കുറിച്ച് പറയുകയാണ്. അമേരിക്കയിൽ അത് പാർലമെൻറ്റിലൊക്കെ വലിയ കോളിലൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് സർക്കാർ വീഴുന്ന അവസ്ഥയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു വംശഹത്യ ഉണ്ടാകുന്ന തരത്തിലേക്ക് തകർന്നു പോവുകയാണ് ബ്രിട്ടൻ. അന്ന് ഞാൻ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വിശ്വസിക്കില്ല. 2017 ഇതിനു വേണ്ടിയിട്ട് അത് ചെയ്യണമെന്ന് പറയുമ്പോൾ ആരെങ്കിലും വിശ്വസിക്കും. പക്ഷെ അത് നമ്മുടെ മുൻപിൽ കണ്ടു തുടങ്ങി. യൂറോപ്പ് തകർന്ന് ആ ലെവലിൽ അത് പൊളിഞ്ഞു. അത് ആദ്യത്തെ ഡ്യൂട്ടി അവിടെ കഴിയാണ്. അടുത്തത് 2020 നമ്മൾ സ്വിറ്റ്സർലൻഡിൽ മുരുകന്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കുകയാണ്. അതെന്തിനു വേണ്ടിയിട്ട്? ഇന്ത്യൻ സമ്പൽ വെസ്റ്റ് പവർഫുൾ ആവാൻ, ഇന്ത്യൻ രൂപശക്തികളായിട്ട്. അന്ന് 2020 മുരുകയുഗം നടക്കുന്നത്. ഒരു യുഗം ആരംഭിക്കുമ്പോൾ അവസാനിച്ച് വേറെ യുഗം നടക്കുമ്പോൾ സാധാരണ പ്രളയം ഉണ്ടാവുക. പ്രളയത്തോടുകൂടി എല്ലാം ക്ലീൻ ആക്കി പിന്നെ ഒരു പുതിയത് തുടങ്ങും. ഇവിടെ മിനിമം ലെവലിൽ സീറോ ആക്കി, ഭൂമിയിലുള്ള ചലനങ്ങൾ ഇല്ലാതായി. കൊറോണ ടൈമിൽ അടച്ചുപൂട്ടിയിട്ടു. എന്നിട്ട് അവിടുന്നാണ് ഇത് ആരംഭിക്കുന്നത്, മുരുകയുഗം ആരംഭിക്കുന്നത്. ഈ മുരുകയുഗം ആരംഭിക്കുമ്പോൾ അതിനോട് വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. 2020 നമ്മൾ പ്രതിഷ്ഠിക്കുന്നത്, സ്വിറ്റ്സർലൻഡിൽ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നത്, അത് ഇന്ത്യൻ രൂപയുടെ
ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഈ ശക്തിപ്പെടുത്തുമ്പോൾ അന്ന് ഇതിനു വേണ്ടി ചെയ്യുമ്പോൾ ആരെങ്കിലും വിചാരിച്ചിരുന്നു ഇന്ത്യ ട്രിപ്പ് വെച്ചിട്ട് വേൾഡിൽ ട്രേഡ് നടത്താൻ പറ്റുന്നു? അത് സംഭവിച്ചു. അത് ഒരു ചിന്തിക്കാൻ പറ്റും. ട്രേഡ് എന്ന് പറഞ്ഞാൽ പെട്രോൾ ഡോളർ കൊണ്ട് മാത്രം കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന എണ്ണ ക്രൂഡ് നമ്മൾ ഇന്ത്യൻ കറൻസിയിൽ റഷ്യയിൽ നിന്ന് വാങ്ങി. അതും വാങ്ങിയതപ്പോഴാണ് ലോകത്തുള്ള ഇറാനെയും റഷ്യയും അമേരിക്കയുടെ ഉപരോധത്തിൽപ്പെടുത്തിയിരിക്കുകയാണ്. ഒരാളും വാങ്ങരുതെന്ന് പറഞ്ഞപ്പോൾ ചങ്ക് വിരിച്ച് നമ്മൾ പോയി വാങ്ങിച്ചു. എന്നിട്ട് അമേരിക്ക നമ്മളെ ഒന്നും ചെയ്തില്ലെന്ന് മാത്രമല്ല, നമ്മുടെ കയ്യിൽ നിന്ന് ഇവർ തിരിച്ചു വാങ്ങിച്ചു. അത് മാത്രമല്ല, അങ്ങ് ശ്രദ്ധിച്ചല്ലോ, സൗദി അറേബ്യ കയറ്റുമതി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എണ്ണ ഇന്ത്യ കയറ്റുമതി ചെയ്തു. കാരണം നമ്മളിത് വാങ്ങി പ്യൂരിഫൈ ചെയ്തിട്ട് നമ്മൾ വിൽക്കാൻ തുടങ്ങി. ഇത് അന്ന് ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുക? നമ്മൾ ഇത് വേണ്ടിയിട്ടാ ചെയ്യണമെന്ന് പറയും. പക്ഷെ ഇത് നമ്മൾ മുമ്പിൽ കാണുന്നുണ്ട്. അവിടെ ഒരു വീണ്ടും നമ്മൾ 2014 മോദിജിയുടെ പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് കണക്ട് ചെയ്യാം. കൊറോണ വരുന്ന ടൈമിൽ മോദിജി പറഞ്ഞു എല്ലാവരോടും വിളക്ക് കൊളുത്തി വെക്കാൻ, കൊട്ടാൻ പറഞ്ഞു. നിങ്ങളുടെയൊക്കെ വിചാരം അദ്ദേഹം കൊറോണ പോകാൻ വേണ്ടിയിട്ട് ചെയ്തുന്ന? അദ്ദേഹം പുതിയ യുഗത്തിലെ ഇന്ത്യക്കാരെ കൊണ്ട് വരവേൽപ്പിക്കുക ചെയ്ത. നമ്മൾ ഒരു ദീപാവലി ചെയ്യുമ്പോൾ എന്തിനാ ചെയ്യണത്? ശ്രീരാമൻ അയോധ്യയിലേക്ക് തിരിച്ചു വരുമ്പോ വിളക്ക് കൊളുത്തി സ്വാഗതം പെരുമ്പറ കൊട്ടി സ്വാഗതം ചെയ്യണ പോലെ നമ്മള് പുതിയ ഒരു യുഗം വരുമ്പോ ഇന്ത്യക്കാരെ കൊണ്ട് അദ്ദേഹം പെരുമ്പറ കൊട്ടിച്ച് വിളക്ക് കൊളുത്തി സ്വീകരിക്കുക ചെയ്ത. അതിലെ ഏറ്റവും വലിയ തെളിവാണ് അദ്ദേഹം അത് കത്തിച്ച വിളക്ക്. മയിൽ വിളക്കാണ് കത്തിച്ചത്. സൗത്ത് ഇന്ത്യൻ ഡ്രസ്സ്, അദ്ദേഹത്തിന് നോർത്ത് ഇന്ത്യൻ ഡ്രസ് ഇടായിരുന്നു. ചെയ്തില്ല. അതൊന്നും അങ്ങ് ആർക്കും മനസ്സിലായില്ല. പിന്നീട് നമ്മൾ ഇതൊക്കെ അങ്ങ് പറഞ്ഞു തന്ന് എന്നോട് പറഞ്ഞ് ആ വഴി ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടപ്പോഴാണ് നമ്മൾ ആ ചിത്രം നോക്കുന്നത്. ആ നിലവിളക്കിന്റെ മുകളിൽ ഒരു മയിലിരിപ്പുണ്ടായിരുന്നു. അദ്ദേഹം അന്ന് ധരിച്ചത് ദക്ഷിണേന്ത്യക്കാരന്റെ വേഷമായിരുന്നു. അദ്ദേഹത്തിന് നോർത്ത് ഇന്ത്യൻ ഡ്രസ് ധരിക്കായിരുന്നു. അതെ. അപ്പൊ അദ്ദേഹം ഇന്ത്യക്കാരെ കൊണ്ട് പുതിയ യുഗത്തിൽ അദ്ദേഹത്തിന് അറിയാം ഈ യുഗം വരാൻ പോകുന്നുണ്ട്. അത് ഇന്ത്യക്ക് ഭാരതത്തിന് ഗുണമാണ്. ഇന്ത്യക്കാരെ കൊണ്ട് മുഴുവൻ അത് വിളക്ക് കൊളുത്തി അത് സ്വീകരിച്ചു. നമ്മൾ കുറെ ആൾക്കാർ ഇവിടെ കൊറോണ വരാൻ വേണ്ടി വിളക്ക് കൊടുത്തി വിചാരിച്ച് നിന്നു. എനിക്ക് തോന്നുന്നു മോദിജിക്കും അങ്ങക്ക് കിട്ടുന്ന പോലെയുള്ള മെസ്സേജുകൾ കിട്ടുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഇത് മുരുക ഭഗവാന്റെ ആണെന്ന് ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ല. കാരണം ഭഗവാനും തീരുമാനിച്ചിട്ടുണ്ടാവും അങ്ങനെ മനസ്സിലാക്കണ്ട, ഇദ്ദേഹത്തിന് ഒരുപാട് വേറെ ജോലിയുണ്ട്, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഹിന്റ് കൊടുത്താൽ മതി, അല്ലെങ്കിൽ പുള്ളി ഇതിന്റെ പുറകെ പോയാൽ രാജ്യം ഭരിക്കാൻ ആളുണ്ടാവില്ല. അതെ, ശരി. ഇനി അടുത്ത സെക്ഷനിലേക്ക് ഒന്നും കൂടി ക്ലിയർ ആവുന്നത്. അപ്പോൾ അന്ന് ഈ സ്വിറ്റ്സർലാൻഡ് ചെയ്യുമ്പോൾ ആരും വിശ്വസിച്ചില്ല. പക്ഷെ ഇപ്പൊ അത് നടക്കണം. അടുത്ത് നമ്മള് 2021 യാഗം കൂടി കഴിഞ്ഞു. അത് ഇന്ത്യയുടെ സമ്പൽ സമൃദ്ധിക്ക് വേണ്ടിയിട്ട് 2022 അടുത്ത യാഗം. അത് ചെന്തമിഴ് വീര ചോഴ പെരുവേൽവി എന്ന് പറയുന്നത്. ആ യാഗം നമ്മൾ പറഞ്ഞത് എന്താ? ചോഴന്മാരുടെ സംസ്കാരങ്ങൾ ലോകം മുഴുവൻ എത്താനും തമിഴ് കലാചാരം ലോകം മുഴുവൻ എത്താനാണ്. അന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ പാർലമെന്റിൽ ഇത് പ്രതിഷ്ഠിക്കുന്നു? അവിടെ മോദിജിയുടെ ഒരു കാര്യം പറയാം. പുതിയ യുഗം വരുമ്പോൾ അദ്ദേഹം തീരുമാനിച്ചു പുതിയ പാർലമെന്റ് വേണം, പുതിയ എനർജി വേണം. എന്ന് പാർലമെന്റ് സ്റ്റാർട്ട് ചെയ്ത 2020 അതിന്റെ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങളുടെ ഈ യാഗം, ഈ ചെന്തമിഴ് വെലുവിളി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ അദ്ദേഹം ചെയ്ത പാർലമെന്റിൽ ഫിനിഷായി പാർലമെന്റ് പ്രത്യേകത കണ്ടു. മയൂര തീം. 888 സീറ്റ്, 6 വരുന്ന സീറ്റ്, ഉള്ളില് തമിഴ് മന്ത്രം ജപിച്ച് ചെങ്കോല് പ്രതിഷ്ഠിച്ചു വെച്ചു. മാത്രമല്ല തമിഴ്നാട്ടിൽ നിന്നുള്ള അബ്രാഹ്മണരായ വൈദികരെ കൊണ്ടാണ് ചെയ്തത്. അപ്പോ ഈ ആലോചിച്ച് നോക്കും, 3 കാര്യം ആലോചിക്കുക. 2000 കൊറോണയ്ക്ക് വേണ്ടി മയില് വിളക്ക് കൊളുത്തിയത്, പുതിയൊരു പാർലമെന്റിന്റെ തീരുമാനം, പാർലമെന്റിന്റെ ഉള്ളില് മയൂര തീം, 6 വരുന്ന സംഖ്യയുള്ള കസേര, തമിഴ് മന്ത്രം, ചെങ്കോല്. ഇതൊന്നൊക്കെ യാദൃച്ഛികമാണ്. അല്ല, ഇതെല്ലാം കണക്ട്. എനിക്ക് നല്ല ബോധ്യമുണ്ട്. നമ്മുടെ ഈ 13 എപ്പിസോഡുകളാണ് നമ്മൾ ഇതിനു മുമ്പ് കാണിച്ചത്. 14-ൽ നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങ് പകർന്നു തന്നിട്ടുള്ള കുറേ അറിവുകൾ എനിക്കുണ്ട്. പിന്നെ നമ്മൾ ഈ രാഷ്ട്രീയം നിരന്തരം കൈകാര്യം ചെയ്യുന്നവരാണല്ലോ, അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഇതെല്ലാം അതുമായി കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് അത്ഭുതകരമായ ഒരു യാത്രയാണ്. അപ്പൊ ഞാൻ അടുത്തേക്ക് കടക്കാം. ഞാൻ ഈ അഗ്നിയാത്രയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്തത് ഉജ്ജയിലത്തെ യാഗമായിരുന്നു. അത് ടൈം സോണിന്റെ പുതിയ ടൈം സോൺ ഇവിടെ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുള്ള യാഗം. ഇന്ത്യൻ പട്ടാളത്തിന് മുരുകവാന്റെ അനുഗ്രഹം കിട്ടാൻ, ദേവസേനയുടെ അനുഗ്രഹം കിട്ടാൻ, കട്ടിൻ സൗത്ത് ഇല്ലാതാക്കാൻ. ഇപ്പൊ നമുക്കറിയാം കട്ടിൻ സൗത്തിന്റെ ചർച്ചകളൊക്കെ
അവസാനിച്ചു. ഇനി അത് അവസാനിച്ച് പക്ഷെ മറ്റൊന്ന് വന്നു, ഫെഡറൽ സൗത്ത് എന്നാണ് ഇപ്പൊ പറയുന്നത്. ഒന്നും പക്ഷെ അല്ല, ചെയ്യാനില്ല. കട്ടിങ് എന്ന് പറയുമ്പോഴത്തേക്ക് കട്ടിങ് എന്ന് മുറിച്ച് മാറ്റലാണ്. അതെ. ഫെഡറൽ എന്ന് പറഞ്ഞാൽ ഒന്നിച്ചെന്നുള്ള അർത്ഥമുണ്ട്. ഒന്നിച്ച് അത് നടക്കൂല. കാരണം അത് കഴിഞ്ഞതോടുകൂടി ഉം. നടന്നു. അവിടെ നമ്മൾ ചെയ്ത ഒരാളുടെ കാര്യമുണ്ട്, ഡോക്ടർ PR അംബേദ്കറുടെ ഉം. ഇത്. അവിടെ നമ്മൾ ബുദ്ധ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ. അന്ന് നമ്മൾ ഇന്റർവ്യൂവിൽ സംസാരിച്ചു. നമ്മൾ അംബേദ്കറിനെ എങ്ങനെയാണ് ബുദ്ധമതത്തിന് ഇന്ത്യൻ അടയാളങ്ങളായിട്ട് ബന്ധം, അതിന് അതെ. ശക്തി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ത്യൻ ഗവൺമെന്റ് ഇനി ഉം. ഫ്യൂച്ചറിൽ ബുദ്ധ റിലീജിയൻ ആയിട്ടുള്ള എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങ് പറഞ്ഞു അത് ഓൾറെഡി പ്ലാനഡ് ആണ്, നമ്മുടെ അതെ, കത്തിൽ ബീഹാറിലൊക്കെ വലിയ വരുന്നത്. ഉം. അത് മാത്രമാണോ നടക്കുന്നത്? ഉം. അരക്കൻ ആർമി അതെ. എങ്ങനെ ഇന്ത്യ ഗവൺമെന്റായിട്ട് ബന്ധമില്ലേ? അല്ല, അത് നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ABC ആണ് അരക്കൻ ആർമി അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. നമ്മളിപ്പോൾ കാണുമ്പോൾ ഈ നമ്മുടെ പ്രേക്ഷകർ അത് കണ്ടിട്ടില്ലെങ്കിൽ പറയാം. അരക്കൻ ആർമി എന്ന് പറയുന്നത് അവിടുത്തെ റഖൈൻ എന്ന് പറഞ്ഞ മേഖലയിൽ താമസിക്കുന്ന ബുദ്ധമതക്കാരായിരുന്നു. അവരെ റോഹിംഗ്യൻ മുസ്ലിംസ് വല്ലാതെ ഉപദ്രവിച്ച് റോഹിംഗ്യൻ സാൽവേഷൻ ആർമി എന്ന് പറഞ്ഞൊരു പട്ടാളം ഉണ്ടാക്കി ഇവരെ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ പാവപ്പെട്ട ബുദ്ധമതക്കാർ ആയുധമെടുത്തു. അങ്ങനെ ഉണ്ടായതാണ് AA എന്ന് പറയുന്ന അരക്കൻ ആർമി. അവരുടെ വേഷം എന്ന് പറയുന്നത് വെറും വള്ളിച്ചെരുപ്പും പാൻറ്റും മാത്രമായിരുന്നു. പക്ഷേ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ വളരെ പെട്ടെന്ന് അവരുടെ രൂപമൊക്കെ മാറി. അവർ നല്ല ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റൊക്കെ ഇടുന്നു. അവർ കവചിത വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നു. അവർ വന്ന് ബംഗ്ലാദേശിൻ്റെ 271 കിലോമീറ്റർ അതിർത്തി പിടിക്കുന്നു. അവിടെ ഈ മുരുക ഭഗവാനെ ഉൾപ്പെടെ വിശ്വസിക്കുന്ന ആളുകളെ കൂട്ടക്കൊല ചെയ്യുമ്പോൾ അരക്കൻ ആർമി വന്ന് ബംഗ്ലാദേശിലേക്ക് കയറുകയാണ്. പല ഭാഗങ്ങളും പിടിച്ചു കഴിഞ്ഞു. അപ്പോൾ അവിടെ ഒരു തുറമുഖം നമുക്കുണ്ട്, സിദ്വേ തുറമുഖം. ഇന്ത്യയുടെ തുറമുഖമാണ്. സിദ്വേ തുറമുഖത്തിലേക്ക് തുറമുഖം വഴി ഇന്ത്യ അരക്കൻ ആർമിക്ക് ആ മേഖലയിൽ ഭക്ഷ്യധാന്യങ്ങൾ കപ്പലിൽ എത്തിച്ചു കൊടുത്തതാണ് പറഞ്ഞത്. കപ്പലിൽ ഭക്ഷ്യധാന്യം മാത്രമല്ല, നമുക്ക് നല്ല യൂണിഫോമും നല്ല തോക്കും നല്ല ആയുധങ്ങളും കൂടെ കൊടുക്കാൻ പറ്റും. അതാ ഇന്ത്യയുടെ സപ്പോർട്ട് അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ബുദ്ധമതത്തിന് അങ്ങ് പറഞ്ഞ പോലെ മറ്റേ റൂട്ട് മാത്രമല്ല, വേറെ പല കാര്യങ്ങളും ഈ സമയത്ത് നടക്കുന്നുണ്ട്. അപ്പൊ ഇത് നടക്കേണ്ട സമയമാണ്, അത് നടന്നേ പറ്റൂ. ആ ഒരു കണക്ഷൻ വരും. ഈ അരക്കൻ ആർമി ദേരവാദ ബുദ്ധ എന്ന് പറയുന്ന ഒരു ബുദ്ധമത വിശ്വാസികളുണ്ട്. ദേരവാദ വിശ്വാസികളാണ്, ബുദ്ധമതക്കാരാണ്. നമ്മൾ ഇന്ത്യൻ വിശ്വാസം അനുസരിച്ച് നമ്മൾ കേരളത്തിലുള്ളവരൊക്കെയാണ് ദശാവതാരങ്ങളിൽ ഒന്നായിട്ട് ബലരാമനെ കൂട്ടുന്നത്. പക്ഷെ നോർത്ത് ഇന്ത്യയിൽ ദശാവതാരങ്ങളിൽ ഒന്നായിട്ട് ഭഗവാൻ ബുദ്ധനെ കൂട്ടുന്നുണ്ട്. അയോധ്യയിലത്തെ ആ വിഗ്രഹത്തില് ബുദ്ധനാണ് കുത്തിയിരിക്കുന്നത്. അതെ, ആ ശ്രീരാം ഇത് വെച്ചിട്ടില്ലേ? അത് മാത്രമല്ല, വ്യത്യാസമില്ലല്ലോ. നമ്മൾ ഓം എന്ന് പറയുന്നു, അവർ ഓം മണിപത്മേഹും എന്ന് പറയുന്നു. രണ്ടും ഓമാണ്. പ്രണവ മന്ത്രത്തിലാണ് ബുദ്ധമതവും ഹിന്ദുമതവും ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ തന്നെ മതമാണത് ബുദ്ധമതം. അപ്പോ തക്ഷശില ഉദ്ഘാടനം ചെയ്തു. നമ്മൾ സംസാരിച്ച ശേഷമാണ് തക്ഷശില ചെയ്ത്. അത് ഫൗണ്ടർ ആരാന്നറിയാം? കുമരഗുപ്തനാണ്, ചന്ദ്രഗുപ്തന്റെ മകന്റെ മകൻ. അപ്പോ അങ്ങനെയും സഹായങ്ങള് ഈ കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട്. അടുത്ത് നമ്മളിപ്പോ നമ്മൾ സംസാരിക്കുമ്പോ അന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭഗവാൻ ഡീപ് സ്റ്റേറ്റിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഈ അഗ്നിയാഗം. അന്ന് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടില്ല. അതിന് മുമ്പാണ് നമ്മൾ സംസാരിച്ചത്. അതിനുശേഷമാണ് ഇപ്പൊ അങ്ങ് പറഞ്ഞ പോലെ ട്രംപ് ജയിച്ച് ഡീപ് സ്റ്റേറ്റിനെ തകർക്കുന്നുള്ള ട്രംപിന്റെ പ്രഖ്യാപനം വന്നിരുന്നു. 20-ാം തീയതി ഞാൻ സത്യപ്രതിജ്ഞ ചെയ്ത് ചാർജ് എടുത്താൽ ഞാൻ 5 കാര്യങ്ങൾ ചെയ്യും. അതിലൊന്ന് മൈനിങ് നടത്തും, ഡ്രില്ല് നടത്തും, ക്യാപിറ്റോൾ ആക്രമണം അത് നടത്തും, താരിഫുകൾ നിശ്ചയിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ 5-ാമതായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞാൻ ജനുവരി 20-ന് ഒപ്പിടുന്ന 5 കാര്യങ്ങളിലൊന്ന് ഡീപ് സ്റ്റേറ്റിനെ തകർക്കാനായിരിക്കും എന്ന് പറഞ്ഞു. നമ്മളിത് ഈ യാഗം പ്രഖ്യാപിക്കുമ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിട്ടില്ല. ഇല്ല, ട്രംപ് വരുമെന്ന് ഉറപ്പില്ല. ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ കമല അടിച്ച് കയറുന്നു എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ അടുത്തത് പറയാം. ഈ ഇതിന് ശേഷമാണ് നമ്മുടെ ഇന്ത്യൻ പൊളിറ്റിക്സിലെ ആൾക്കാർ ഡീപ് സ്റ്റേറ്റ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചു തുടങ്ങി. അതെ, പാർലമെന്റിൽ സംസാരം വന്നത് നമ്മുടെ ഇത് പ്രഖ്യാപിച്ച ശേഷം പാർലമെന്റിൽ സംസാരിച്ചു തുടങ്ങി. നമ്മുടെ യാഗം നടക്കുന്ന സമയത്ത് മെയിൻ ചർച്ച ഇതായിരുന്നു, പഴനിയിലത്തെ യാഗം നടക്കും. അപ്പൊ ഇത് ഡീപ് സ്റ്റേറ്റ് തകർക്കും മാത്രമല്ല, ഇനി നമ്മള് അഗ്നിഹോമത്തിലേക്ക് കടക്കുകയാണ്, അല്ല അഗ്നിയാഗത്തിലേക്ക് കടക്കുകയാണ്. ഇത് അഗ്നിഹോമാണ്. ഇനി നമ്മൾ അഗ്നിയാഗം എന്നാ നമുക്ക് ഭഗവാൻ പറഞ്ഞു തന്നിട്ടില്ല, എവിടെയാന്ന് പറഞ്ഞു തന്നിട്ടില്ല. ആ ദിവസങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞു. ഇനി അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ ദിവസം അഗ്നിയാഗം നടത്തും. അതൊരു മെയിൻ ലക്ഷ്യം ഡീപ് സ്റ്റേറ്റിനെ തകർക്കുക. അപ്പൊ തകർക്കുമ്പോൾ ഇതിന്റെ ഇടയിൽ ഉണ്ടാവുന്ന ഒരു കാര്യങ്ങൾ, ഇതിനോടനുബന്ധിച്ചുണ്ടാവുന്ന എതിർശക്തികൾ ചെയ്യുന്നു. ഡീപ് സ്റ്റേറ്റ് ചെയ്യാവുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇന്ത്യയുടെ സുഹൃത്തുക്കളെ ശത്രുക്കളാക്കാനുള്ള ശ്രമം. ഇന്ത്യൻ സമ്പൽ വ്യവസ്ഥ തകർക്കാൻ വേണ്ടി വിദേശത്തുള്ള ഫണ്ടുകൾ പിൻവലിക്കാനുള്ള സാധ്യത. ഇത്തരം കാര്യങ്ങളിലൊക്കെ അവർ ശ്രമം നടത്തും. ഇന്ത്യക്കുള്ളിലും ഇന്ത്യക്ക് ചുറ്റുള്ള രാജ്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുള്ളൂ. പക്ഷെ ഇതുവരെ അവർ കുറച്ചെങ്കിലും വിജയിച്ച പോലെ ഇനി വിജയിക്കില്ല. ഈ ദിവസങ്ങളിൽ ഒന്നും വിജയിക്കില്ല. കാരണം ഭഗവാന്റെ ശക്തമായ അടികൾ നടക്കും.
ഇതൊക്കെ നമുക്ക് അനുകൂലമായിട്ട് തിരിച്ചു വരും. അതിന്റെ കാരണം ഇപ്പൊ നമുക്ക് കാണാൻ പറ്റും, മാലദ്വീപ് പട്ടാളക്കാരെ പുറത്താക്കിയ മാലദ്വീപ് നമുക്ക് പ്രതിരോധം വേണമെന്ന് പറഞ്ഞു തുടങ്ങി. അതായത് ഇങ്ങോട്ട് വന്നിരിക്കുക എന്ത് വേണേലും ചെയ്യാന്ന് ഇത്തരം കാര്യങ്ങൾ ഇനി ബംഗ്ലാദേശ് പോണ പോക്ക് കണ്ടോ, അത് പോവും. ഡീപ് സ്റ്റേറ്റിന്റെ കളിയായിരുന്നു അവിടെ നടന്നത്, അത് പോവും. അപ്പൊ ഇത്തരം കാര്യങ്ങൾ തിരിച്ചു വന്നിട്ട് നമ്മൾ ഡീപ് സ്റ്റേറ്റ് തകർക്ക് മാത്രമല്ല, നമ്മളെ ഡീപ് സ്റ്റേറ്റ് ആയിട്ട് മാറും. ഇന്ത്യ ഒരു ഡീപ് സ്റ്റേറ്റ് ആവും. ലോകത്ത് ആര് ഭരിക്കണം, ആരൊക്കെ എന്തൊക്കെ തീരുമാനം അല്ല, അങ്ങ് പറയുന്ന പോലെ അതിൻ്റെ ചില ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. ഇപ്പോൾ അമേരിക്കയിൽ ട്രംപിൻ്റെ കൂടെയുള്ള ഏറ്റവും രണ്ട് പ്രധാനപ്പെട്ട പോസ്റ്റുകൾ, ഒന്ന് ട്രംപിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗ മേധാവി തുളസി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കും ഇന്ത്യൻ ഒറിജിനൽ അല്ല, അവരൊരു മദാമ്മയാണ്. ഇംഗ്ലണ്ടിൽ ജനിച്ച അമേരിക്കയിൽ ജനിച്ച അമേരിക്കക്കാരിയാണ്. പക്ഷേ അവർ ഹിന്ദുമതം സ്വീകരിച്ചു, ഹിന്ദു വിശ്വാസത്തിൽ ജീവിക്കുന്ന ആളാണ്. പിന്നെ FBI ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ കാശ്യപ് പട്ടേലാണ്, ഇന്ത്യൻ ഒറിജിനാണ്. അപ്പോൾ രണ്ട് ഹിന്ദുക്കൾ അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ തലപ്പത്ത് തുളസി ഗബ്ബാറും കാശ്യപ് പട്ടേൽ FBI തലപ്പത്തും വന്നിരിക്കുന്നു. പിന്നെ ഒരാളും കൂടി ഇല്ലേ, വിവേക്. അത് ഞാൻ പറഞ്ഞത് ഇത് രഹസ്യാന്വേഷണവുമായി ബന്ധപ്പെട്ടതാണ്. ബാക്കി പലയിടത്തും പലരും ഉണ്ട്. പക്ഷെ തുളസി ഗബ്ബാറിനെ എടുത്തു പറയണം, ഇന്ത്യയായിട്ടൊരു ബന്ധവുമില്ല. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വനേസ് ഹിന്ദുവാണ്. ഭാര്യ ഉഷ ആന്ധ്രാപ്രദേശുകാരിയാണ്. അതായത് JD വനേസ് ആണ് അടുത്ത അമേരിക്കൻ പ്രസിഡന്റ്. ലോകത്ത് ആദ്യമായി ഒരു അമേരിക്കൻ ഹിന്ദു, അതായത് അമേരിക്കയിൽ ക്രിസ്ത്യനായിട്ട് ജനിച്ച് വളർന്ന് ഹിന്ദുമതം സ്വീകരിച്ച അയാൾ അമേരിക്കൻ പ്രസിഡന്റ് ആകുമ്പോഴാണ് 4 വർഷത്തിന് ശേഷം. അതാണ് നമ്മൾ തീരുമാനിക്കും. നമ്മളെ ഡീപ് സ്റ്റേറ്റ് ആവും, ഭാരതം ഡീപ് സ്റ്റേറ്റ് ആവും. ആരൊക്കെ എവിടെ ഭരിക്കണം, എന്തൊക്കെ തീരുമാനം എടുക്കണം, ആരൊക്കെ നമുക്കെതിരെ പ്രവർത്തിക്കണം, അവർ ജീവിക്കണോ വേണ്ട, അത്രയും. അതായത് ഭഗവാൻ മുരുകന്റെ ഒരു ഡിസൈൻ അനുസരിച്ച് ലോകം മാറുകയാണ്, ഇന്ത്യ അതിൻ്റെ നടുനായകത്വം വഹിക്കുകയാണ്. ആ സന്ദേശമാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ ആളുകളെ വിഭ്രമിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഇതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നത് ഈ നമ്മൾ അഗ്നി ഹോമം കഴിഞ്ഞതിന് ശേഷം അങ്ങേക്ക് ചില മെസ്സേജുകൾ വന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് പ്രേക്ഷകരോട് പറയാം, അക്കൂട്ടത്തിൽ ഇക്കാര്യങ്ങളോട് പറയാം. ഏതായാലും അടുത്ത എപ്പിസോഡിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രജിത് ജി നമ്മോടൊപ്പം ഉണ്ട്. അടുത്ത എപ്പിസോഡ് ഇന്ന് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യും. നിങ്ങൾ ഈ എപ്പിസോഡ് കണ്ടതിന് ശേഷം ഇന്ന് കുറച്ച് വൈകി ഒരു 7 മണി 8 മണിയോടെ നമ്മൾ ടെലികാസ്റ്റ് ചെയ്യുന്ന രണ്ടാമത്തെ എപ്പിസോഡും നിർബന്ധമായി കാണണം. ഇതിൻ്റെ ബാക്കി എപ്പിസോഡുകൾ നാളെയും മറ്റന്നാളുമായിട്ടാണ്. നാളെ 2 എണ്ണം ഉണ്ടാവും, അതിനുശേഷം മറ്റന്നാളും ഉണ്ടാവും. നമ്മുടെ കൂടെ വരിക. ഭഗവാൻ മുരുകൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.